ഉത്തർപ്രദേശ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് 69 മണ്ഡലങ്ങളിലായി 826 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ശിവപാൽ യാദവും മുലായത്തിന്റെ മരുമകൾ അപർണ യാദവുമാണ് ഇത്തവണ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. ഇരുവരുടെയും പ്രചാരണത്തിന് മുലായം സിംഗ് യാദവ് നേരിട്ട് എത്തിയിരുന്നു. വിശ്വാസ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും പൊരുതാനുറച്ച രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് AIADMKയിലെ ശശികല പനീർസെൽവം വിഭാഗങ്ങൾ. ഔദ്യോഗിക പക്ഷം തങ്ങളാണ് എന്ന അണികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇരു വിഭാഗങ്ങളും. അതേസമയം പ്രതിപക്ഷമായ DMKയും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ നിയമസഭയിൽ ശശികല വിഭാഗം ഭൂരിപക്ഷം തെളിയിച്ചെങ്കിലും തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാറും കോളും നീങ്ങുന്നില്ല. പൊരുതാനുറച്ച് AIADMKയിലെ O പനീർസെൽവം ശശികല വിഭാഗങ്ങളും കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള തക്കം പാർത്ത് DMKയും തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇനിയും നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ്. ജയലളിതയുടെ യഥാർത്ഥ പിന്തുടർച്ചാവകാശികൾ തങ്ങളാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പനീർസെൽവം ശശികല ക്യാമ്പുകൾ തുടരുന്നത്. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം ഇരുവിഭാഗം നേതാക്കളും നടത്തിയ പ്രസ്താവനകളിൽ ഈ കാര്യം വ്യക്തമാണ്. അമ്മ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കുടുംബമാണ് അധികാരത്തിൽ എത്തിയതെന്നും വിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച MLA-മാർ വോട്ടർമാരെ വഞ്ചിച്ചുവെന്നും O പനീർസെൽവം കുറ്റപ്പെടുത്തി. இன்றைக்கு நடைபெற்றுக் கொண்டிருக்கிறது சசிகலா அவர்களுடைய நாங்களெல்லாம் மாண்புமிகு அம்மாவுடைய அணி எதிர்காலத்தில் மக்களுடைய ஆதரவை பெற்று மகத்தான வெற்றி பெறும். அதுவரை தர்மம் நிலைத்து நிற்பதற்கு சிறு கால அவகாசம் ஏற்படும். ஆகவே അമ്മയുടെ യഥാർത്ഥ അനുയായികൾ ആരാണെന്ന് വിശ്വാസ വോട്ടെടുപ്പിലൂടെ തെളിഞ്ഞെന്നായിരുന്നു മുഖ്യമന്ത്രി പളനിസ്വാമിയുടെ പ്രതികരണം. DMKയുമായി ഒത്തുകളിച്ച പനീർസെൽവമാണ് വഞ്ചന കാട്ടിയതെന്നും പളനിസ്വാമി കുറ്റപ്പെടുത്തി. திராவிட முன்னேற்ற கழக கட்சியை சேர்ந்த தலைவர் துணை எவ்வளவு அராஜகத்தில் ஈடுபட்டார்கள் என்பதையெல்லாம் இன்றைக்கு உங்களுக்கு அத்தனை பேருக்கும் தெரியும். நான் சொல்லி தெரிய வேண்டிய അവശ്യമില്ല. വിശ്വാസ വോട്ടെടുപ്പ് നടപടികൾ നിയമപരമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം കയ്യേറ്റം ചെയ്തെന്ന വികാരം ഇളക്കിവിട്ട് അണികളെ പ്രതിഷേധവുമായി തെരുവിലിറക്കാനാണ് DMK വർക്കിംഗ് പ്രസിഡന്റ് MK സ്റ്റാലിന്റെ നീക്കം. വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച ശശികല ക്യാമ്പ് ഇനി പാർട്ടി ഘടകങ്ങളെയും അണികളെയും ഒപ്പം നിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഭരണവും പാർട്ടി നേതൃത്വവും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം നേടുന്നതിൽ ശശികല വിജയിച്ചിരിക്കുന്നു. പാർട്ടി അണികളെ ഒപ്പം നിർത്തുക എന്ന കടമ്പ മറികടക്കണമെങ്കിൽ ഇനി ശശികല ക്യാമ്പ് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. കൊൽക്കത്ത പ്ലീന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ പുരോഗതി യോഗം വിലയിരുത്തും. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം വിലയിരുത്തും. കേന്ദ്ര ബജറ്റ്, കാർഷിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. കൊച്ചിയിൽ ചലച്ചിത്ര നടിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ പ്രതികളെ ചോദ്യം ചെയ്യും. നടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി കൊച്ചിയിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും ക്രൂരമായി മർദ്ദിച്ചതും. സംഭവത്തിൽ നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ 7 പ്രതികളുണ്ടെന്നും ഇവരിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ആലുവ റൂറൽ SP വ്യക്തമാക്കി. നടിയുടെ മുൻ ഡ്രൈവർ സുനിലിന്റെ സുഹൃത്തുക്കളാണ് കസ്റ്റഡിയിലുള്ളതെന്നും മുഖ്യപ്രതിയായ സുനിൽ ഉടൻ പിടിയിലാകുമെന്നും SP AV ജോർജ് പറഞ്ഞു. കേസിൽ 7 പ്രതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ആളെ കോടതി ഹാജരാക്കി. അതിൻ്റെ ബാക്കി 3 ആൾക്കാർ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരെ പിടിക്കാൻ വേണ്ടി പോലീസ് പോയിട്ടുണ്ട്. നടിക്കെതിരെയുണ്ടായ ക്രൂരകൃത്യം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചു. ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിനാണ് അന്വേഷണ ചുമതല. കൊച്ചി റേഞ്ച് IG, കൊച്ചി DCP, ആലുവ റൂറൽ SP എന്നിവരടങ്ങുന്ന 6 അംഗ സംഘം പ്രതികളെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും. സംഭവത്തിൽ നടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. കളമശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി മൊഴി നൽകിയത്. അക്രമത്തിനിരയായ താരം സംവിധായകൻ ലാലിന്റെ വീട്ടിലായിരുന്നു അഭയം തേടിയത്. നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സംഘം ബ്ലാക്ക്മെയിൽ ചെയ്ത് പണമുണ്ടാക്കുകയാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രഥമ റിപ്പോർട്ട് കാലതാമസമില്ലാതെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് അധ്യക്ഷൻ VS അച്യുതാനന്ദൻ. പൊതുജനങ്ങളിൽ നിന്നും വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ സമാഹരിച്ചായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക. അഴിമതി നിർമ്മാർജ്ജനത്തിനായുള്ള ശുപാർശകൾക്കായിരിക്കും ആദ്യ റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുക.
സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിച്ച് പൊതുജനാഭിപ്രായം സമാഹരിച്ചായിരിക്കും ഭരണപരിഷ്കാര കമ്മീഷൻ പ്രഥമ റിപ്പോർട്ട് തയ്യാറാക്കുക. ആദ്യം ജില്ലാതല യോഗങ്ങളും തുടർന്ന് സംസ്ഥാനതല യോഗവും നടത്തും. സർക്കാർ പ്രതിനിധികളുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. ശേഷം വിദഗ്ധ സമിതി യോഗം ചേർന്നായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. കാലതാമസം കൂടാതെ കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സാധ്യമാക്കുന്ന തരത്തിൽ കൂടുതൽ വിശദമായ ചർച്ചകളും സെമിനാറുകളും വിദഗ്ധരുടെ യോഗങ്ങളും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അഴിമതി നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കും പ്രഥമ റിപ്പോർട്ട്. ശക്തവും കാര്യക്ഷമവുമായ വിജിലൻസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര അന്വേഷണ ഏജൻസി സ്ഥാപിക്കണമെന്നും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യാൻ നേരത്തെ കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. അഴിമതിക്കാരുടെ അവിഹിത സ്വത്ത് കണ്ടുകെട്ടാൻ നിയമനിർമ്മാണമടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും കമ്മീഷൻ പ്രഥമ റിപ്പോർട്ടിലൂടെ സർക്കാരിനോട് ശുപാർശ ചെയ്യും. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ 4ാമത് യോഗത്തിൽ ഇതിനായുള്ള രൂപരേഖ തയ്യാറാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആയിക്കര മുക്കടയിലെ മത്സ്യത്തൊഴിലാളികളുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കഴിഞ്ഞ 6 വർഷക്കാലമായി സർക്കാർ കൂരകൾ പൊളിച്ചുമാറ്റി വീട് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടും വാടക വീടായിരുന്നു ഇതുവരെ ഇവരുടെ ആശ്രയം. വൈദ്യുതീകരണം അടക്കം നടത്തിയ പുതിയ 23 വീടുകളുടെ താക്കോൽ മന്ത്രി KT ജലീൽ കൈമാറി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ വൈദ്യുതീകരണം പൂർത്തീകരിച്ച വീടിന്റെ വൈദ്യുതി കണക്ഷൻ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ നിർവഹിച്ചു. ആയിക്കര മുക്കടയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇനി ഉറപ്പുള്ള മേൽക്കൂരയ്ക്കു കീഴിൽ തലചായ്ച്ചുറങ്ങാം. 2011 കേന്ദ്ര സർക്കാരിന്റെ ഇന്റഗ്രേറ്റഡ് ഹൌസിംഗ് ആൻഡ് സ്ലം ഡെവലപ്മെന്റിലൂടെ 23 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. 2012 നവംബർ 22 പൂർത്തിയാക്കാൻ കരാർ ഒപ്പിട്ട പദ്ധതി കാലാവധി കഴിഞ്ഞിട്ടും പാതി വഴിയിൽ കിടന്നു. പൊളിച്ചുമാറ്റിയ കുടിലുകളിലുള്ളവർക്ക് ഉണ്ടായിരുന്ന കൂര പോലും നഷ്ടമായി. കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഊർജിത ശ്രമഫലമായി നിലവിലുള്ള എസ്റ്റിമേറ്റിന് പുറമെ കക്കൂസ്, കുളിമുറി, വയറിംഗ് അടക്കം 6 മാസത്തിനകം പണി പൂർത്തിയാക്കുകയായിരുന്നു. വീട് സ്വപ്നം മാത്രമായിരുന്നവർ ഇന്ന് സാക്ഷാത്കാരത്തിന്റെ നിറവിലാണ്. നല്ല വീടല്ലേ, നല്ല അടിപൊളി വീടല്ലേ, സന്തോഷം തരും. 7ാമത്തെ കൊല്ലത്തിൽ വീട് കിട്ടിയില് അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, നല്ല സന്തോഷം തന്നെ. പക്ഷെ നമുക്ക് കുറെ മക്കളും ഇതെല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മേലെടുക്കാനും കൂടിയുള്ള സംവിധാനം നമുക്ക് ചെയ്തു തരണം. KSEB വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ ശ്രമഫലമായാണ് വൈദ്യുതീകരണം പൂർത്തിയാക്കിയത്. മന്ത്രി KT ജലീൽ താക്കോൽ ഉടമകൾക്ക് കൈമാറി. എല്ലാവരെയും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും അന്യായവും ഇല്ലാതെ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. വരുന്ന 4-4.5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ ഭവനരഹിതർക്കും വീടുണ്ടാക്കി കൊടുക്കുവാനുള്ള വലിയ ശ്രമത്തിന് ഈ സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. NGO യൂണിയൻ 44ാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനം A സമ്പത്ത് MP ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുത്തു. S സുനിൽകുമാറിനെ സെക്രട്ടറിയായും KK പ്രസുഭകുമാറിനെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. CS മഹേഷ്, MA സുരേഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും നീന ഭാസ്കരൻ, CP ബാബു എന്നിവരെ വൈസ് പ്രസിഡന്റായും സമ്മേളനം തെരഞ്ഞെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം ഇടുക്കി MP ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്യും. 20-ന് നടക്കുന്ന സമാപന സമ്മേളനം വൈദ്യുതി മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർപേഴ്സൺ KP മേരി അധ്യക്ഷയായിരിക്കും. കാഞ്ഞിരപ്പുഴ കനാൽ ബണ്ടിന്റെ തകർച്ച പാലക്കാട് ജില്ലയുടെ കൂടുതൽ പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നം സൃഷ്ടിക്കും. ബണ്ട് തകർന്നതിനെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം വേണമെന്ന് DYFI തടസ്സപ്പെട്ട ജലവിതരണം പുനഃസ്ഥാപിക്കാൻ 2 ആഴ്ചയെങ്കിലും എടുക്കുമെന്ന് ജലസേചന വകുപ്പും അറിയിച്ചു. കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, കാരാകുറിശി പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായും മുടങ്ങിയതോടെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. വേനൽ കടുത്തതോടെ കുടിവെള്ള സ്രോതസ്സുകൾ വറ്റിവരണ്ടു. വലതുകര കനാൽ ബണ്ടിന്റെ തകർച്ച പാലക്കാട് ജില്ലയിലെ മറ്റ് 13 പഞ്ചായത്തുകളെയും വരും ദിവസങ്ങളിൽ ബാധിക്കും. മണ്ണാർക്കാട് താലൂക്കിൽ മൊത്തം വരൾച്ച സംഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ 4-5 പഞ്ചായത്തിൽ നല്ല വരൾച്ച സംഭവിക്കും. പിന്നെയല്ല, നിലവിൽ നമ്മുടെ ജില്ലയിൽ തന്നെ 15 പഞ്ചായത്തിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണത്. ആ വെള്ളം കംപ്ലീറ്റ് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കൃത്യസമയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതും ഉദ്യോഗസ്ഥരുടെ അലംഭാവവും വലിയ തോതിൽ വെള്ളം നഷ്ടപ്പെടാൻ കാരണമായി. CPIയും DYFI സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിലൊരു വലിയ അനാസ്ഥ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഏതാണ്ട് 1.5 മണി മുതൽക്ക് അവിടെ അറിയിച്ചിട്ടും 2:30-3 മണിയുടെ ഉള്ളിലാണ് ഇത് ഒന്ന് ഷട്ടർ താഴ്ത്തി വെള്ളം പോകുന്നത് നിർത്തിയത്.
ഇപ്പോൾ നമ്മളുടെ ഒരു പ്രധാന ആവശ്യം ഇത് അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായ ഒരു വകുപ്പ് തല അന്വേഷണം നടത്തി ശിക്ഷിക്കണം. പമ്പിംഗ് താൽക്കാലികമായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടന്നുവരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ മുൻ വർഷങ്ങളേതിന് സമാനമായി ഇത്തവണയും ജലനിരപ്പുള്ള ഏക ഡാമാണ് കാഞ്ഞിരപ്പുഴ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കെട്ടിയാടിയ വിഷ്ണുമൂർത്തി തെയ്യം സമീപത്തെ മുസ്ലിം പള്ളിയിൽ ദർശനവുമായി എത്തിയത് മതമൈത്രിക്കും സൗഹാർദ്ദത്തിനും മാതൃകയായി. കാസർഗോഡ് ചീമേനി പെരുമ്പട്ടയിലാണ് ഹിന്ദു മുസ്ലിം മതവിശ്വാസികളുടെ മൈത്രി സംഗമത്തിന് വേദിയായത്. പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കെട്ടിയാടിയ വിഷ്ണുമൂർത്തി തെയ്യത്തെ സമീപത്തെ മുനിറുൽ ഇസ്ലാം പള്ളിയിൽ മുസ്ലിം വിശ്വാസികൾ വരവേൽക്കുകയായിരുന്നു. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് കാസർഗോഡ് ചീമേനി പെരുമ്പട്ടയിൽ ഹിന്ദു മുസ്ലിം മതവിശ്വാസികൾ കാഴ്ചവെച്ച സൗഹാർദ്ദത്തിന്റെയും മൈത്രിയുടെയും മാതൃക. പെരുമ്പട്ട പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ അവസാനഘട്ടത്തിൽ കെട്ടിയാടിയ വിഷ്ണുമൂർത്തി തെയ്യം ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിം മതവിശ്വാസികൾക്കും നന്മയുടെ അനുഗ്രഹവർഷം ചൊരിഞ്ഞു. വിഷ്ണുമൂർത്തി തെയ്യം ദർശനവുമായി വന്നപ്പോൾ സമീപത്തെ മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ വിശ്വാസികൾ ആദരപൂർവ്വം ഭാരവാഹിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. നിസ്കാരമുൾപ്പെടെയുള്ള വിശ്വാസ ചടങ്ങുകൾ മുടക്കം വരുത്താതെ തുടരണമെന്ന് ഉപദേശം നൽകിയാണ് വിഷ്ണുമൂർത്തി തെയ്യം തിരിച്ചുപോയത്. നാടിന്റെ മതമൈത്രിയുടെ പ്രതീകമായാണ് ഈ ചടങ്ങിനെ ഹിന്ദു മുസ്ലിം വിശ്വാസികൾ കാണുന്നത്. സൗഹൃദത്തിന്റെ മന്ത്രവുമായി അമ്പലമുറ്റത്തേക്ക് പോകുന്നത് അവരുടെ നമസ്കാരങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഹൈന്ദവ സമുദായത്തിന്റെ തത്വങ്ങളെ മാനിക്കുക, അത് മാനസികമായ ഒരു ഉൾക്കൊണ്ടുകൊണ്ട് സൗഹാർദ്ദത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് പോകുന്നത്. ഇവിടെ മതത്തിന്റെ വേർതിരിവില്ലാതെ മുഴുവൻ ജനങ്ങളും, ഇവിടെ അധിവസിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ ആഘോഷം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ തേജസ്വിനി പുഴയോരത്തെ ദേവീക്ഷേത്രത്തിനും മുനീറുൽ ഇസ്ലാം മസ്ജിദിനും 1.5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ഈ ക്ഷേത്രത്തിലെയും പള്ളിയിലെയും വിശ്വാസികളുടെ സൗഹാർദ്ദം ജനമൈത്രിയുടെ അടിത്തറ ബലപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സംഗീത നാടക അക്കാദമിയുടെ 9ാമത് അന്തർദേശീയ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. തെരുവരങ്ങിന് പ്രാധാന്യം നൽകി 9 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 31 നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള നാടക പ്രവർത്തകർ മേളയിൽ അണിനിരക്കും. നാടകപ്രേമികളുടെ ഉത്സവമായ അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ നാളെ തുടക്കമാകും. സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനാണ് 9 ദിനരാത്രങ്ങൾ നീളുന്ന അരങ്ങിന്റെ പൂരമായ ഇറ്റ്ഫോക്കിന് തിരികൊളുത്തുന്നത്. 8 വേദികളിലായി 31 നാടകങ്ങളാണ് ഇക്കുറി എത്തുന്നത്. തെരുവിന് പ്രാധാന്യം നൽകിയാണ് ഇത്തവണത്തെ മേള സജ്ജീകരിച്ചിരിക്കുന്നത്. At the same time, larger thematics in the variousness of spaces and variousness of forms. സെർബിയ, ഫ്രാൻസ്, ഇറ്റലി, US, ഇറാൻ, ബൾഗേറിയ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകളും ഇറ്റ്ഫോക്കിന്റെ ഭാഗമാകും. 7 മലയാള നാടകങ്ങളും 15 രാജ്യാന്തര നാടകങ്ങളും 8 ദേശീയ നാടകങ്ങളും അരങ്ങിലെത്തും. നാടകവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരകളിലൂടെ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം പുനർവായിക്കുകയാണ് ചിത്രകാരൻ സലിം ബാബു. കൊല്ലം 8 പോയിന്റ് ആർട്ട് കഫേയിൽ മൈൻഡ്സ്കേപ്സ് ഓഫ് എ റീഡർ എന്ന പേരിലാണ് സലിം ബാബു ചിത്രപ്രദർശനം ഒരുക്കിയത്. തസ്രാക്കിലെ ജീവിതങ്ങൾ പുനർജനിക്കുകയാണ് ഇവിടെ. രവിയും മൈമുനയും അള്ളാപ്പിച്ച മൊല്ലാക്കയും അപ്പുക്കിളിയുമെല്ലാം വായനക്കാരന്റെ കാഴ്ചയിൽ നിന്നും ക്യാൻവാസിലേക്ക് സലിം ബാബു പകർത്തി. വളരെ ലളിതമായ ഒരു ശൈലി ആണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അല്പം ഒരു ഫാന്റസി കലർന്ന റിയലിസം ആണ് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ തലത്തിൽപ്പെട്ട ബുദ്ധിജീവികളും അതോടൊപ്പം തന്നെ അല്ലാതെ പ്ലെയിനായിട്ട് വായിക്കുന്നവർക്ക് ഒരുപോലെ മനസ്സിലാവുന്ന തരത്തിലാണ് ഇതിന്റെ ചിത്രരചന. അതുകൊണ്ട് തന്നെയാണ് ചിത്രപ്രദർശനത്തിന് മെൻസ്കോപ്പ് ഓഫ് റീഡർ എന്ന പേര് നൽകിയത്. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളും മുഹൂർത്തങ്ങളും വിവരിക്കുന്ന 19 ചിത്രങ്ങളാണ് സലീം ബാബുവിന്റെ ഭാവനയിൽ പിറന്നത്. എന്റെ വായനയിൽ തന്നെ, ആദ്യ വായനയിൽ തന്നെ ഈ ചിത്രങ്ങൾ എന്റെ മനസ്സിൽ വാങ്മയ ചിത്രങ്ങളായി പതിയുകയും അതിന്റെ പുനർവായനയിൽ അതിന്റെ യഥാർത്ഥ രൂപങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്തു. അത് ക്യാൻവാസിലേക്ക് പകർത്തുക എന്നൊരു ജോലിയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. സ്കൂൾ അധ്യാപകനായിരുന്ന സലീം ബാബു കൊല്ലം അയത്തിൽ സ്വദേശിയാണ്. ന്യൂസ് ബ്യൂറോ,
കൊല്ലം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവുമായി എത്തിയ രണ്ടുപേരെ ഇടുക്കിയിലെ കുമളി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 2.5 കിലോ കഞ്ചാവും പിടികൂടി. പിടിയിലായവർ തമിഴ്നാട് സ്വദേശികളാണ്. കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്തിന്റെ പ്രവേശന സ്ഥലം ഇടുക്കിയാവുന്നു എന്ന സൂചനയ്ക്ക് ആക്കം കൂട്ടിയാണ് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും കഞ്ചാവ് പിടികൂടിയത്. തമിഴ്നാട് തേനി കാരാട്ടുപെട്ടി സ്വദേശി ശിവ, മധുര മൂളക്കര സ്വദേശി സ്വതന്ത്രം എന്നിവരാണ് കഞ്ചാവ് കടത്തുന്നതിനിടെ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് പിടിയിലായത്. തേനിയിൽ നിന്നും വാങ്ങിയ കഞ്ചാവാണ് ഇവർ കുമിളിയിലെത്തിച്ചത്. കുമിളിയിലെ തമിഴ്നാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം ചെക്ക് പോസ്റ്റിലൂടെ നടന്നു വരുമ്പോഴായിരുന്നു ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ ശിവയാണ് ആദ്യം എത്തിയത്. ഇയാളുടെ ഷോൾഡർ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 1 കിലോ 300 ഗ്രാം കഞ്ചാവ് ശിവയുടെ ബാഗിലുണ്ടായിരുന്നു. പുലർച്ചെയോടെ എത്തിയ സ്വതന്ത്രത്തിന്റെ ബാഗിനുള്ളിൽ നിന്നും 1 കിലോ 200 ഗ്രാം കഞ്ചാവും എക്സൈസ് സംഘം പിടികൂടി. പേപ്പറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഇരുവരും ബാഗിനുള്ളിൽ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. തേനിയിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്നാണ് ഇവർ പറയുന്നത്. ആലപ്പുഴ ഭാഗത്ത് വാഹനമോടിക്കുന്ന ഡ്രൈവർമാരാണ് ഇരുവരും. കഞ്ചാവ് ആലപ്പുഴയിലെത്തിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ചില്ലറ വിൽക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാൽനടയാത്ര ദുസ്സഹമാക്കുന്ന നിർമ്മാണ നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകം. കൊല്ലം SP ഓഫീസ് റെയിൽവേ ഗേറ്റ് പൂർണ്ണമായി മതിൽ കെട്ടി അടയ്ക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. അതേസമയം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഫുട്പാത്ത് ഇല്ലാതെ നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലത്തിന്റെ അനുബന്ധ റോഡ് അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച 3 വർഷത്തിന് ശേഷം കോൺഗ്രസ് തന്നെ രംഗത്ത് വന്നതും കൗതുകമായി. കൊല്ലം SP ഓഫീസ് റെയിൽവേ ഗേറ്റ് മുറിച്ചു കടന്ന് മുണ്ടക്കൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പ്രതിദിനം 100 കണക്കിന് പേരാണ് പോകുന്നത്. ഇക്കൂട്ടത്തിൽ ഭിന്നശേഷിക്കാരും മറ്റ് വിദ്യാർത്ഥികളും കമ്മീഷണർ ഓഫീസിലേക്ക് വരുന്നവരും ഉൾപ്പെടും. മേൽപ്പാലം വന്നതോടെ ഗേറ്റ് അടച്ചു. റെയിൽവേ ഇവിടെ മതിൽ കെട്ടി അടച്ചാൽ കാൽനടയാത്രക്കാരാണ് വലയുക. മതിൽ കെട്ടിയാൽ ഞങ്ങൾക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല, സ്കൂളിലെ പിള്ളേർക്കൊന്നും പോകാൻ പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടാവും. ഇതിനെതിരെ കോൺഗ്രസ് കൂട്ടധർണ നടത്തുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഫുട്പാത്ത് ഇല്ലാതെ നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലത്തിന്റെ അനുബന്ധ റോഡ് അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് 3 വർഷത്തിനു ശേഷം കോൺഗ്രസ് തന്നെ രംഗത്ത് വന്നതിന്റെ ആത്മാർത്ഥതയും സംശയത്തിന്റെ നിഴലിലാണ്. വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണം നടന്നത്. റെയിൽവേ ഓവർബ്രിഡ്ജ് കാൽനട യാത്രക്കാർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന, അതും ഒരു ഭ്രാന്തൻ പരിഷ്കാരമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിബന്ധന വെക്കുവാൻ അധികാരികൾ തയ്യാറായി എന്ന് ചോദിച്ചാൽ അശാസ്ത്രീയമായിട്ടുള്ള ഈ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണമാണ്. അവിടെ യാത്രക്കാർക്ക് നടന്നു പോകുന്നതിനുള്ള പ്രത്യേക പാത ഒരുക്കിയിട്ടില്ല. 16 കോടി രൂപ ചെലവഴിച്ചാണ് 575 മീറ്റർ നീളത്തിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിച്ചത്. റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്ത് റെയിൽവേ ഫുട്പാത്ത് നിർമ്മിച്ചു. പക്ഷേ സംസ്ഥാനം നിർമ്മിച്ച അനുബന്ധ റോഡിൽ സുരക്ഷിതമായ കാൽനടയാത്രയ്ക്ക് മാത്രം സൗകര്യമില്ല. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മർത്തോമ സഭ വലിയ മെത്രോപൊലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷം നടന്നു. കൺവെൻഷൻ നഗറിൽ 10,000 കണക്കിന് വിശ്വാസികളോടൊപ്പമായിരുന്നു ആഘോഷം. തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കേക്ക് മുറിച്ച് നൽകിയാണ് തിരുമേനി തന്റെ 100ാം പിറന്നാൾ അവിസ്മരണീയമാക്കിയത്. യും ആശംസാ പ്രസംഗത്തോടെയും പ്രാർത്ഥനയോടെയുമായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷത്തിന് തുടക്കമായത്. ക്രിസോസ്റ്റം തിരുമേനിയുടെ നന്മയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന നിമിഷങ്ങളെപ്പറ്റിയുമൊക്കെ ബിഷപ്പുമാർ പങ്കുവച്ചു. കുട്ടികളുടെ കൂട്ടുകാരനായ ക്രിസോസ്റ്റം കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകിയാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. ചെറുപ്പകാലത്ത് മരാമൺ കൺവെൻഷൻ കാണാൻ വന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും കുസൃതിയുമെല്ലാം തന്റെ സ്വതസിദ്ധമായ നർമ്മം കലർന്ന ശൈലിയിൽ തന്നെ ക്രിസോസ്റ്റം തിരുമേനി വിശദമാക്കി. അന്ന് മുതലേ മനുഷ്യരെ കളിപ്പിക്കാൻ എനിക്കറിയാം. മണത്തെറി എറിയാൻ മാത്രമല്ല സ്പോട്ടറാക്കി എടുക്കാനും എനിക്കറിയാം. ക്യാൻസർ രോഗം പിടിപെട്ടപ്പോൾ രോഗത്തെ ഭയക്കാതെ അതിനെ ചെറുതു തോൽപ്പിച്ചതും അദ്ദേഹം പറയുകയുണ്ടായി. തന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒരു സന്ദേശം പോലെ വിശ്വാസികൾക്ക് പറഞ്ഞുകൊടുത്താണ് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നിരവധി വിശിഷ്ട വ്യക്തികൾ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. മാരാമണിൽ നിന്നും ബിജേഷ് നടുവിൽ. പക്ഷിപ്പനി നഷ്ടപരിഹാര തുക വിതരണം 21-ന് തുടങ്ങും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ 7.5 ലക്ഷം താറാവുകളെയാണ് കൊന്നൊടുക്കിയത്. 2 ജില്ലകളിലായി 138 കർഷകർക്ക് 11.94 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുക.
പക്ഷിപ്പനിയെ തുടർന്ന് കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ കഴിഞ്ഞ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 7.5 ലക്ഷം താറാവുകളെയാണ് കൊന്നൊടുക്കിയത്. 2 ജില്ലകളിലായ 138 കർഷകർക്ക് 11.94 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി സർക്കാർ അനുവദിച്ചത്. കൊന്നൊടുക്കിയ 2 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള താറാവുകൾക്ക് 200 രൂപയും അതിൽ താഴെ പ്രായമുള്ള താറാവുകൾക്ക് 100 രൂപയുമാണ് നൽകുക. നശിപ്പിച്ച മുട്ടകൾക്ക് 5 രൂപ വീതം നൽകും. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം കൈമാറുക. കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെ 7 പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇതിൽ താറാവുകളെ നശിപ്പിച്ചതിന് 2,86,67,000 രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ തുക 41 കർഷകർക്കായിട്ട് ഈ 21-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്തുകളിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു വിതരണം ചെയ്യുന്നതാണ്. സർക്കാർ നഷ്ടപരിഹാര തുക നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെ പണം കൈക്കലാക്കാൻ ആലപ്പുഴ, ചെന്നിത്തല മേഖലയിൽ രോഗമില്ലാത്ത 10,500 താറാവുകളെ കൊന്നൊടുക്കിയിരുന്നു. ഇവയെ നഷ്ടപരിഹാരത്തിൽ നിന്ന് ഒഴിവാക്കി. വ്യാജമായി താറാവുകളെ കൊന്നൊടുക്കിയ പരാതിയിൽ അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിലാണ് നഷ്ടപരിഹാര തുക വിതരണം ചെയ്യാൻ തീരുമാനമായത്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.